ഹലോ, ഇന്ന് വൈകുന്നേരത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇന്ന് നമ്മൾ സാമ്പാറും പൊട്ടറ്റോ തോരനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആദ്യം സാമ്പാറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് പരിപ്പ് നന്നായി കഴുകിയ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളിട്ടു. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറി ഉണ്ട് അതൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നത് ഉള്ളി, ക്യാരറ്റ്, പൊട്ടറ്റോ ഒക്കെയാണ്. പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ സാമ്പാർ പൊടി ഇട്ടു. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. സോ അതും കൂടി ഇട്ടു. പക്ഷേ ഇതിനൊക്കെ കണക്കൊന്നുമില്ല, ഞാൻ എൻ്റെ എല്ലാം കൈ കണക്കാണ്. പിന്നെ അത് നന്നായി ഇളക്കിയ ശേഷം ഒരു 3-4 വിസിൽ വെക്കുന്നത് വരെ വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത അടുപ്പിൽ ഒരു പാൻ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് ഇട്ട ശേഷം കടുകും കറിവേപ്പില ഇടുക. ഇതും എൻ്റെ എല്ലാം കൈ കണക്കാണ്. ഒരു നുള്ളെന്ന് പറയില്ലേ, ഒരു നുള്ള് കറിവേപ്പില എന്നെല്ലാം പറയില്ലേ, ഇങ്ങനെ ഇട്ട് അതിന് ശേഷം ചെറുതായി അരിഞ്ഞ പൊട്ടറ്റോ കഷ്ണമുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ കഷ്ണം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മീൻസ് എല്ലാ സ്ഥലത്തും ഇതായി നന്നായിട്ട് ഇളക്കുക. ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതാക്കുക. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഗരം മസാല ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഒരു 3 വിസിൽ വന്ന് നമ്മളത് വിസിലൊന്ന് ഓഫ് ചെയ്തിരിക്കുക. ഓക്കെ, ആ സമയം വിസിലൊന്ന് ഓഫ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പൊട്ടറ്റോ ഒന്ന് നോക്കുക, ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാക്കുക. വിസിൽ എടുത്തു. അതിന് ശേഷം നമ്മൾ നോക്കുന്നു എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ഒരു പുളി വെള്ളത്തിൽ വെച്ചായിരുന്നു. സോ ആ പുളി വെള്ളം കൂടി അതിലിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഓൾറെഡി ഞങ്ങൾ ചോറൊക്കെ വെച്ചിരിക്കുക. സോ ആ ചോറൊക്കെ വെള്ളം ആറാൻ വേണ്ടി വയ്ക്കുക. പൊട്ടറ്റോയുടെ കാണുന്നില്ല, ഇങ്ങനെയായി പൊട്ടറ്റോ ഒരു ഇതാ സാമ്പാറിന് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടേ, വെണ്ടക്ക, തക്കാളി ഇതൊക്കെ ഇട്ട് അതൊക്കെ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ തോരൻ റെഡിയായി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ അടുപ്പിൽ തന്നെ ചായ കുടിക്കാനുള്ള ചായ വെക്കുവാണ്. പാലിട്ട് പഞ്ചസാര ഇട്ട് ചായപ്പൊടി ഇട്ട് പാൽ വയ്ക്കുക. പിന്നെ അപ്പുറത്തുനിന്ന് കുക്കർ മാറ്റി സാമ്പാറിനെ താളിക്കാൻ വേണ്ടി വെച്ചു. ഒരു ചെറിയ പാത്രത്തിൽ കടുക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് താളിച്ച് ആ സാമ്പാറിലേക്ക് ഇട്ട് നോക്കുക. ഇതാ നമ്മുടെ സാമ്പാർ റെഡി, പൊട്ടറ്റോ തോരൻ റെഡി. അത് പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ചോറും പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ എല്ലാ പാത്രങ്ങളും കഴുകലാണ്. പാചകം ചെയ്തത് പിന്നെ ഈസിയാണ്, പാത്രം കഴുകലാണ് പ്രശ്നം. അങ്ങനെയൊക്കെയാണ് പാത്രം കഴുകി. അതിനുശേഷം ചായ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കുടിച്ച് നോക്കുകയാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സിങ്കെല്ലാം വൃത്തിയായിട്ടായിരിക്കും. സോ സിങ്കെല്ലാം കഴുകി അതിനുശേഷം നമ്മൾ ചായ എടുത്തിട്ട് റൂമിലിരുന്ന് സിനിമ കാണാൻ പോവാണ്. സിനിമയല്ല, ഞങ്ങൾ വെനസ്ഡേ വെബ് സീരീസാണ് കാണുന്നത്. അത് കണ്ടു. അതിന് ശേഷം ഓയിൽ തലയിൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തു. എല്ലാ സ്ഥലത്താകുന്നത് ഇങ്ങനെ വീക്കെൻഡൊക്കെ വരുമ്പോഴേ നന്നായിട്ട് തലയിൽ ഓയിലൊക്കെ ചെയ്യുള്ളൂ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.